എൻ.ജി. ശ്രീകുമാർ എന്ന ഗായകനെ മലയാളികൾക്ക് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. നീണ്ട 4 പതിറ്റാണ്ടുകളായി അദ്ദേഹം നമ്മളോടൊപ്പമുണ്ട്. എൻ.ജി. ശ്രീകുമാർ എന്ന ഗായകന് മലയാളികളുടെ മനസ്സിലുള്ള സ്ഥാനം മനസ്സിലാക്കണമെങ്കിൽ നല്ലൊരു ഗാനമേള കേൾക്കാൻ പോയാൽ മതി. എൻ.ജി. ശ്രീകുമാർ പാടിയ പാട്ടും തമിഴ് നടൻ വിജയുടെ പാട്ടും ഇല്ലാതെ ഒരു ഗാനമേളയും വിജയിച്ച ചരിത്രമില്ല. മലയാള സിനിമ പിന്നണി ഗാനരംഗത്ത് ഇത്രയധികം വ്യത്യസ്ത പുലർത്തിയ മറ്റൊരു ഗായകനില്ലെന്ന് തന്നെ ഉറപ്പിച്ചു പറയാം. കാരണം അടിച്ചുപൊളി ഗാനങ്ങൾ, മെലഡി, ക്ലാസിക് ഗാനങ്ങൾ തുടങ്ങി വിവിധ തരത്തിലുള്ള എത്രയോ ഗാനങ്ങളാണ് അദ്ദേഹം പാടിയിരിക്കുന്നത്. യേശുദാസ് കഴിഞ്ഞാൽ മലയാളികൾ ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ കേട്ടിട്ടുള്ള ശബ്ദം എൻ.ജി. ശ്രീകുമാർ എന്ന ഗായകന്റെ തന്നെയാണെന്ന് ഉറപ്പിച്ചു പറയാം. കാരണം ദാസേട്ടൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സിനിമാ ഗാനങ്ങളിൽ മലയാളത്തിൽ പാടിയിരിക്കുന്ന ഗായകനും ഇദ്ദേഹമാണ്. ഏതാണ്ട് 4000-ൽ കൂടുതൽ സിനിമാ ഗാനങ്ങളും 2000-ൽ കൂടുതൽ മറ്റു ഗാനങ്ങളും എൻ.ജി. ശ്രീകുമാർ പാടിക്കഴിഞ്ഞു. മോഹൻലാൽ എന്ന മഹാനടന്റെ ശബ്ദവുമായി ചേർന്നു നിൽക്കുന്നു എന്നതും എൻ.ജി. ശ്രീകുമാർ എന്ന ഗായകന്റെ വളർച്ചയുടെ ഒരു പ്രധാന കാരണം തന്നെയാണ്. ശബ്ദവുമായി സാമ്യം ഉള്ളതുകൊണ്ട് മാത്രമാണ് എൻ.ജി. ശ്രീകുമാർ ഈ മേഖലയിൽ പിടിച്ചു നിൽക്കുന്നത് എന്ന് പലരും പരിഹസിച്ചു പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. എന്നാൽ ശരിക്കും അങ്ങനെയല്ല. കാരണം മലയാളത്തിലെ ഒട്ടുമിക്ക എല്ലാ നടന്മാർക്കു വേണ്ടിയും അദ്ദേഹം പാടിയിട്ടുണ്ട്. അവയിൽ പല പാട്ടുകളും വലിയ ഹിറ്റുകളുമാണ്. കേൾക്കുന്നവർക്ക് ഒരിക്കലും എൻ.ജിയുടെ ശബ്ദത്തിൽ വന്നാൽ ആ പാട്ടുകൾ ആ നടന്മാർക്ക് അനുയോജ്യമല്ലെന്ന് തോന്നിയിട്ടില്ല. 67ലും സ്റ്റേജ് ഷോകളുമായി സജീവമാണ് എൻ.ജി. ഗായകന്റെ ഗാനമേള മലയാളികൾക്ക് ഹരമാണ്. അടുത്തിടെ ഒരു ഗാനമേളയിൽ പങ്കെടുത്തപ്പോഴുള്ള എൻ.ജി. ശ്രീകുമാറിന്റെ വീഡിയോ ആണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത്. അടുത്ത പാട്ടിനായി എൻ.ജി. തയ്യാറെടുക്കുന്നതിനിടയിൽ സദസ്സിൽ നിന്നും ഒരാൾ പറഞ്ഞ കമന്റിൽ നിന്നാണ് തുടക്കം. നല്ല പാട്ട് പാടണേ എന്നായിരുന്നു കാണികളിൽ ഒരാളിൽ നിന്നും വന്ന കമന്റ്. ഉടനെ കുറിക്കൊള്ളുന്ന മറുപടി എൻ.ജി. നൽകി. ഇത്രയും നേരം പാടിയത് ചീത്ത പാട്ടുകളായിരുന്നുവോ? ഇനി നല്ല പാട്ട് കേൾക്കണമെങ്കിൽ താൻ ഒരു കാര്യം ചെയ്യൂ, വീട്ടിൽ പോയി റേഡിയോ ഓൺ ചെയ്ത് കേൾക്കൂ. അതിനകത്ത് നല്ല പാട്ടൊക്കെ വരും. താൻ നല്ല പാട്ട് കേട്ടിട്ടില്ല. താൻ കേട്ടിട്ടുള്ളത് മറ്റേ ഏതെങ്കിലും ആകും. ശരണമയ്യപ്പ. ഇവനതൊക്കെ വേണമെന്നും അത്രയും കിട്ടിയില്ലെങ്കിൽ ഉറക്കം വരില്ല. പോകുന്ന വഴി വല്ലവരും മോണയ്ക്ക് കുത്തും കേട്ടോ, പറഞ്ഞേക്കാം എന്നൊക്കെ എൻ.ജിയെ പരിഹസിക്കാൻ ശ്രമിച്ച ആരാധകന് നൽകിയ മറുപടി വീഡിയോ വൈറലായതോടെ ഗായകന്റെ മറുപടിയെ പുകഴ്ത്തിയും വിമർശിച്ചും കമന്റുകളുണ്ട്. വെറുതെ വഴിയിലൂടെ പോയ ആരാധകൻ ചോദിച്ചു വാങ്ങിയതുപോലെയായി ആ കമന്റ് ആവശ്യമായിരുന്നു എന്നിങ്ങനെയാണ് പരിഹസിച്ച ആരാധകനെ വിമർശിച്ചു വന്ന കമന്റുകൾ. അതേസമയം മറ്റു ചിലർ പ്രേക്ഷകരുടെ ഇത്തരത്തിൽ പരിഹസിക്കുന്ന മറുപടി പറഞ്ഞതിന് എൻ.ജിയെ വിമർശിച്ചും എത്തി.